2026 പിണറായി വിജയൻ അമിത പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. ഇതേ തരത്തിലുള്ള അമിത പ്രതീക്ഷ ആർക്കുമുണ്ട്? UDF-നുമുണ്ട്. BJP-യുടെ പ്രതീക്ഷ മറ്റൊരു തരത്തിലാണ്, ഒരു 10 സീറ്റെങ്കിലും. പക്ഷേ ഇത്രത്തോളം അതിശക്തമായ ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ തരംഗവുമുള്ള കേരളത്തിൽ എന്തുകൊണ്ടാണ് LDF മൂന്നാം വട്ടവും അധികാരത്തിൽ വരും, തുടരും എന്നൊക്കെയുള്ള പരസ്യവാചകങ്ങൾ കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്? പിണറായി വിജയൻ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മുസ്ലിം വിഭാഗത്തിനിടയിൽ തന്നെ ഭിന്നിപ്പ് നടത്തുക, ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കുക, ഇങ്ങനെയുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ തന്നെ മെനയുന്നതിൽ അതിസമർത്ഥനാണ് പിണറായി വിജയൻ. കാരണം ഒരു പാർട്ടിയെ എങ്ങനെ നയിച്ചു കൊണ്ടുപോകണം എന്നുള്ളത് കൃത്യമായി പിണറായിക്ക് അറിയാം. 15 വർഷം പാർട്ടി സെക്രട്ടറി, 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ് മുഖ്യമന്ത്രി ആയിട്ടിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ 25 വർഷം പാർട്ടിയെയും ഭരണത്തെയും തൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ള പിണറായി വിജയൻ അധികാരത്തിൻ്റെ ആ ഇടനാഴിയിൽ ഇരുന്നു കൊണ്ട് തന്നെ 26-ൽ എങ്ങനെ ഭരണം വീണ്ടും തുടരാം എന്നുള്ളതിന് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത്തരത്തിലുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പല തരത്തിലുള്ള ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് അദ്ദേഹം എടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ലഭിക്കുന്നത്, ഇപ്പോൾ LDF-ന് 99 സീറ്റുണ്ട്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് ചില ഘടകകക്ഷികളുടെ കയ്യിലിരിക്കുന്ന സീറ്റ് CPM അങ്ങ് എടുക്കും. ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജു മാത്രമാണുള്ളത്, ആ സീറ്റ് അങ്ങ് എടുക്കും. കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ സീറ്റ്, അദ്ദേഹത്തിന് പ്രായാധിക്യമായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തെ മാറ്റി നിർത്തും, ആ സീറ്റ് CPM എടുക്കും. അതുപോലെ തന്നെ ശശീന്ദ്രൻ്റെ സീറ്റ് കോഴിക്കോട് നിന്ന് NCP-യുടെ ആ ഒരു സീറ്റും CPM എടുക്കും എന്നുള്ളത് ഉറപ്പാണ്. INL-ന്റെ സീറ്റ് അഹമ്മദ് ദേവർകോവില്, ആ സീറ്റ് എടുക്കാൻ വഴിയില്ല. കാരണം അത് മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് അതിൽ തൊട്ട് കളിക്കത്തില്ല. കാരണം അവരെ ചേർത്ത് നിർത്താനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതിഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന പിണറായി വിജയൻ 2026-ൽ വരുമ്പോൾ അവരുടെ കണക്കുകൂട്ടൽ, ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്, ഒരു 75 മുതൽ 80 സീറ്റ് വരെ നേടുമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ BJP ഒരു 10 സീറ്റ് നേടുന്നു. അപ്പോൾ കോൺഗ്രസ് ആയിരിക്കുമോ അല്പം നില മെച്ചപ്പെടാൻ പോകുന്നതെന്ന് സംശയമുണ്ട്. എന്തായാലും ഭരണം മൂന്നാം വട്ടവും പിടിക്കുമെന്ന് പറയുമ്പോൾ 25 സീറ്റ് കുറഞ്ഞാലും താൻ മൂന്നാമത് എത്തും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് പിണറായി വിജയനുള്ളത്. ഈ 25 സീറ്റ് ഉത്തര കേരളത്തിൽ ഈ CPM-ൻ്റെയും ഒക്കെ തന്നെ നില തുടരും എന്നുള്ളതാണ്. ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. മധ്യ കേരളത്തിലെ ചില സീറ്റുകൾ നഷ്ടപ്പെടാൻ ഇടയുണ്ട്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജോസ് കെ മാണി വിഭാഗം LDF വിട്ട് പോയി കഴിഞ്ഞാൽ ആ സെൻട്രൽ ട്രാവൻകൂറിലുള്ള ക്രൈസ്തവ വോട്ടുകളിൽ ഒരു ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട് ഇവിടെയൊക്കെ തന്നെ CPM അനുകൂലമായിട്ടുള്ള ഒരു തരംഗം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് കോട്ടയം ജില്ലയിലും ആലപ്പുഴയിലും കൊല്ലത്തും തിരുവനന്തപുരത്തുമാണ്. ഈ കൊല്ലവും തിരുവനന്തപുരവും ഒക്കെ എപ്പോഴും LDF ഭരിക്കുന്ന കാലത്ത് അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ കൊല്ലവും തിരുവനന്തപുരവുമാണ് പ്രധാനമായിട്ടും തീർച്ചപ്പെടുത്തുക എന്നൊക്കെ പറയാറുണ്ട്. കൊല്ലവും തിരുവനന്തപുരം പിടിച്ചാൽ ഭരണം അവർക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാണ്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ കോൺഗ്രസിന്, ബാക്കിയെല്ലാം LDF-ലേക്കാണ് പോയിരിക്കുന്നത്. അപ്പം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തും ആലപ്പുഴയിലും കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ CPM-ന് വലിയ തിരിച്ചടി ഉണ്ടാകും. പിന്നെ എറണാകുളം ജില്ലയിൽ LDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാകില്ല എന്നും പറയുന്നുണ്ട്. എറണാകുളം ജില്ല പൊതുവെ എപ്പോഴും UDF-ന് അനുകൂലമായിട്ട് മാറുന്നിടമാണ്. LDF-ന്റെ ഒരു തരംഗം ഉണ്ടാകുന്ന കാലത്തും
UDF ഒരു പച്ചത്തുരുത്തായി നിൽക്കുന്ന ഇടമാണ് എറണാകുളം ജില്ല. പിന്നെ അതുപോലെ തന്നെ കണ്ണൂരിൽ പുതിയ ജില്ലാ സെക്രട്ടറിയായി ഇങ്ങനെ ചില മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകിയിട്ടുണ്ട്. അതൊക്കെ അവിടെ അവർക്ക് വലിയ നില തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്ന് പിണറായിക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ പാലക്കാടും കോഴിക്കോടും ഒക്കെ നില അതുപോലെ തന്നെ തുടരും. കോട്ടയത്തും പിന്നെ അതുപോലെ തന്നെ പത്തനംതിട്ടയിലും ഒക്കെ, കൊല്ലത്തും തിരുവനന്തപുരത്തുമാണ് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്. പക്ഷെ ഈ തിരിച്ചടി ഉണ്ടായാലും ഒരു 75 സീറ്റ് എങ്ങനെ വന്നാലും CPM നേടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. 75 സീറ്റ് കിട്ടിയാലും മതി, തങ്ങൾക്ക് ഭരണം നടത്താൻ കഴിയും എന്നുള്ള ഒരു അമിത പ്രതീക്ഷയിലാണ് പിണറായി വിജയൻ നിൽക്കുന്നത്. ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഗ്രൗണ്ട് വർക്കുകളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ മൂന്നാം വട്ടവും അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ കാര്യം അവര് താഴേത്തട്ടിൽ സഖാക്കളിൽ, കുട്ടി സഖാക്കളിലൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ആ സ്റ്റഡി ക്ലാസ്സിൽ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുകയാണ്. അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റഡി ക്ലാസ് നടത്തുന്നത്. അപ്പോൾ ആ സ്റ്റഡി ക്ലാസ്സിലൂടെ കൂടുതൽ പേരെ അങ്ങ് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള രീതിയിലും കണക്ക് കൂട്ടുന്നുണ്ട്. എന്തായാലും ഇവർ 4ാം വർഷം ആഘോഷിക്കുന്നത് വലിയ ആർപ്പ് വിളികളോടും ഒക്കെ കൂടിയാണ്. മറ്റ് ഏത് തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് പോലും പിണറായി വിജയനൊക്കെ അതിനെ അതിജീവിച്ച് ഇതൊക്കെ ഒരു അനുകൂല സാഹചര്യമാക്കി മാറ്റിക്കൊണ്ടാണ് പോയിട്ടുള്ളത്. അതുപോലെ രാജ്യത്ത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ പോലും പിണറായി വിജയൻ ഇവിടെ തൻ്റെതായ കാര്യങ്ങളിൽ മുഴുകി അതിൻ്റെതായ 2026 പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ എവിടെയെല്ലാം CPM മത്സരിക്കണം, ഘടകകക്ഷികൾക്ക് ഏതൊക്കെ ഇടങ്ങളിലെ സീറ്റ് കൊടുക്കണം എന്ന് പോലും ഒരു തീർച്ചപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചില ഘടകകക്ഷികളിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും LDF വിട്ടു പോകാൻ പോകുന്നില്ല. കാരണം അങ്ങനെയുള്ളവരാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ ഘടകകക്ഷിയായാൽ അതൊന്നും വിട്ടുപോകാൻ പോകുന്നില്ല. കടന്നപ്പള്ളി മാത്രമേ അതിനകത്തുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജനാധിപത്യ കേരള കോൺഗ്രസ് UDF-ൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അത് എടുത്താലും അതിനകത്ത് ചോദ്യം ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. പക്ഷെ കേരള കോൺഗ്രസ് B, അത് ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് LDF-ൽ നിന്നാലും UDF-ൽ നിന്നാലും വിജയം ഉറപ്പായിട്ടുള്ള ഒരാളാണ്. കാരണം അത്രത്തോളം മണ്ഡലത്തിൽ ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ജനകീയനായിട്ടുള്ള ഒരു MLA കൂടിയാണ്. അപ്പോൾ പിണറായി വിജയന്റെ ഈ കണക്ക് കൂട്ടൽ 2026 ഏത് തരത്തിലായിരിക്കുമെന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്.